പട്ടി ഓടിച്ചിട്ടുണ്ട്. എപ്പോഴും പട്ടികളുടെ പ്രശ്നമുണ്ട്. അതേ പട്ടി വന്നപ്പോഴത്തേനും പെട്ടെന്നൊന്ന് പേടിച്ചിട്ടാണ്. ഇതൊരു അടുത്തൊരു സ്റ്റെപ്പിലേക്കുള്ള യാത്രയാണ്. ഇവിടെ എത്തിച്ചേരാനും എൻ്റെ എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ എത്തിച്ചേരാനുള്ള. ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു. കണ്ണ് നിറഞ്ഞു. ടച്ച് ആൻഡ് ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ സിഗിരിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ ശ്രീലങ്കയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച സ്ഥലമാണ്. എല്ലാവരും മുഴുവനും കാണണേ. അപ്പൊ നമ്മള് സിഗിരിയ ലയൺ റോക്കിലേക്ക് പോണ വഴിയാണിത്. ഈ വഴീനെ പറയണ പേര് തന്നെ ലയൺ റോക്ക് വഴി എന്നാണ്. നോക്കിയേ, സൈഡിലെല്ലാം ഇലക്ട്രിക് ഫെൻസിങ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടാ. ആനയുടെ ശല്യം നല്ലപോലെ ഉള്ളത് കൊണ്ടായിരിക്കണം അപ്പുറം ഇപ്പുറം വെച്ചിട്ടുണ്ട്. ഇത് എന്ത് ഭംഗിയാന്ന് നോക്കി. അപ്പുറം ഇപ്പുറം കാട്, വണ്ടികളൊന്നും അങ്ങനെ പോകുന്നില്ല. എന്നാലും ഇടയ്ക്കൊക്കെ നല്ല സ്പീഡിൽ ഹോൺ പോലും അടിക്കാതെ ചീറിപ്പാഞ്ഞു പോണത് കാണാട്ടാ. ഇവിടെ ഇത് കണ്ട, ക്ലീൻ ആക്കാൻ വേണ്ടി കുറേ ആളുകൾ നിൽപ്പുണ്ട് കേട്ടാ. ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഈ ഫോറസ്റ്റിന്റെ ആൾക്കാരായിരിക്കുന്നു. പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ഇതിന്റെ ടൂറിസത്തിന്റെ ഈ ആളുകളാണ്. അതായത് ഈ ലയൺ റോക്കിന്റെ ഡെവലപ്മെന്റുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർവീസിങ്ങിന് വേണ്ടിയിട്ട് നിർത്തിയേക്കണ ആളുകളാണ് ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാം ഇലക്ട്രിക് ഫെൻസിങ് വെച്ചിട്ടുണ്ട്. മൊത്തത്തില് ഇപ്പൊ ആന ചിലപ്പോ ഇപ്പൊ കാണാൻ സാധ്യതയില്ലായിരിക്കും, കാരണം ഇവിടെ ആളുകൾ പണിയെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ എല്ലാം പെണ്ണുങ്ങളെല്ലാം പണിയെടുക്കുന്നുണ്ട് കേട്ടാ. ഞങ്ങളോട് ഗുഡ് മോർണിംഗ് ഒക്കെ അവര് ഇങ്ങോട്ട് പറയാനുണ്ടായിരുന്നു. പക്ഷെ നമുക്കിത് കേൾക്കാൻ പറ്റില്ല ഇതില്. കണ്ടില്ല, ഇവിടെ അവരുടെ ബാഗുകളെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. വന്നിട്ട് നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം, ഇവിടെ ഉണ്ടാകുമായിരിക്കും അങ്ങനെയൊക്കെ. അപ്പൊ രണ്ടു വശത്തും കാട്, നല്ല ഒരുവിധം നല്ല ഹൈറ്റിലാണ് ഈ റോഡ് ഇരിക്കണം. കാരണം വെള്ളം വരണ സ്ഥലമാണോ എന്നൊരു സംശയമുണ്ട്. ദൂരത്ത് ഇങ്ങനെ വെള്ളം കാണാം കേട്ടാ. നോക്കിക്കേ, ആ കുളം പോലെ കണ്ട ലെഫ്റ്റ് സൈഡില് വേണ്ട, അതായത് നോക്കിയേ, ഇവിടെ ഒരു തടാകം പോലെ ഉണ്ട് ഇങ്ങനെ. ഇവിടെ എല്ലാം വെള്ളം വരുന്ന സ്ഥലമായിരിക്കും കേട്ടോ. ഇപ്പൊ മഴ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ വെള്ളം ഇല്ലാത്തതായിരിക്കാം. എന്തായാലും അടുത്തെത്താറായി എന്നാണ് തോന്നണ കണ്ടിട്ട്. അവിടെ ഒരു ടി ജംഗ്ഷൻ വരണുണ്ട് കേട്ടാ. അവിടെ ചെന്നിട്ട് നോക്കാം. അവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വണ്ടിയും വരണുണ്ട്. അവിടെ ചെന്നിട്ട് നോക്കാം. ടൂറിസ്റ്റ് ബസ്, ഇതേ പഴയ വണ്ടി കിടക്കണുണ്ട് ലൈലാൻഡിന്റെ. ഇത് ഇഷ്ടംപോലെ ഇവിടെ കാണാം കേട്ടോ, ഇതുപോലത്തെ വണ്ടികൾ നല്ല പഴക്കമുള്ള. സിഗിരിയ ലെഫ്റ്റ്, സിഗിരിയ റൈറ്റ് ആണെന്നാണ് പറഞ്ഞത്. സിഗിരിയ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഇറക്കണം. ഇവിടെ വന്നിട്ട് ഈ ജംഗ്ഷനിൽ വന്നിട്ട് റൈറ്റ് തിരിയണം. പട്ടി ഓടിച്ചിട്ടുണ്ട്. എപ്പോഴും പട്ടികളുടെ പ്രശ്നമുണ്ട്. കമോൺ 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 എടുക്കാൻ പറ്റിയത്. സിഗിരിയ ടൗണാണ്. ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നിറച്ച് ഫോറിനേഴ്സൊക്കെ വരുന്ന സ്ഥലമാണ്. ഇവിടെ അതേ സഫാരികളുടെ ജീപ്പ്, പിന്നെ അതേ റെസ്റ്റോറൻറ്റുകൾ, ഫ്രെയിം പോലെയുള്ള റെസ്റ്റോറൻറ്റുകൾ, സഫാരി പോണ ജീപ്പ്. നമ്മുടെ ബൊലേറോയാണ് ഇവിടെ എല്ലാം. 90% അല്ലെങ്കിൽ 95% എന്ന് വേണമെങ്കിൽ പറയാം. ബൊലേറോ പിക്കപ്പ് എടുത്തിട്ട് അവർ ഓൾട്ടർ ചെയ്ത് ഇരിക്കാൻ പാകത്തിനൊക്കെ ആക്കിയിട്ടാണ്. 4 വീൽ ഡ്രൈവാണ് വണ്ടി. ഇവിടെ ഇത് കണ്ടില്ലേ, ഫോറിനേഴ്സും ഇവിടെയുള്ള ആളുകളും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അടുത്തെത്താറായി. ആകെ ഒരു ക്യൂരിയോസിറ്റിയാണ് അവിടെ എത്തി. എൻ്റെ ഒരു ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ആ മലയുടെ അല്ലെങ്കിൽ ആ കോട്ടയുടെ മുകളിൽ കയറണം എന്നുള്ളത്. കുറേ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ തിളച്ച് നിൽക്കുകയായിരുന്നു അതിൻ്റെ മുകളിലൊന്ന് കയറണമെന്നുള്ളത് കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷമാണ്. അതിലൂടെ ഇലക്ട്രിക് സൈക്കിളെല്ലാം വാടകയ്ക്ക് കിട്ടും കേട്ടോ. ചെറിയ പോസ്റ്റ് ഓഫീസാണ് ഉണ്ടായി കാണുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ട് ഇവിടെ. എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുള്ള ആഗ്രഹമാണ് കേട്ടോ എല്ലാവർക്കും. സിഗിരിയ പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ ഞാനും ഒരു സിംഗിൾ ഫോട്ടോ എടുത്തു. ലയൺ റോക്ക് കയറാനായിട്ടുള്ള വഴിയാണ് കേട്ടോ ഇത്. ഭയങ്കര സൈക്കിളിന് പറ്റിയ വഴിയല്ല, എന്നുവെച്ചാൽ കൂർത്ത കല്ലുകളാണ്. റോഡ് ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പഞ്ചറാകാൻ സാധ്യതയുണ്ട്. നല്ല കൂർത്ത കല്ലുകളാണ്.
ഏയ് ചേട്ടാ പോയി. ഇവിടെ ഒരുത്തനുണ്ട് കേട്ടോ, അവൻ്റെ കാലിന് വയ്യ കേട്ടാ, കണ്ട അവൻ്റെ കാലിന് വയ്യ, പക്ഷെ അവനെ ഭയങ്കര അഗ്രസീവാണ് കേട്ടോ. യൂനിന്നാണ് പേര് അവൻ്റെ, ആ ചേച്ചിമാരെ വിളിച്ച് യൂനിന്നാണ് അവൻ്റെ പേര്. യൂനി യൂനി യൂനിന്നാണ് വിളിച്ചത് കേട്ടോ. അവന് അവരുടെ ഭയങ്കര ഫ്രണ്ട്ലിയാന്ന് തോന്നുന്നു, അവരുടെ പെറ്റാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അതേ അവിടെ വണ്ടികളെല്ലാം ഇടുന്ന സ്ഥലമെത്തി, ഗൈഡ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എന്തായാലും. ലൈൻ റോക്കിൻ്റെ എൻട്രിയിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ഇവരുടെ അതായത് വിശ്രമിക്കുന്ന സ്ഥലം ഗൈഡ് ഇത് ഇങ്ങനെ ഒരു ഷെഡാണ്, അതിൻ്റെ സൈഡിൽ വെച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ സേഫായിട്ടിരുന്നോളും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹമാണ് ഞങ്ങളുടെ യുവർ നെയിം സഞ്ജയ് എന്ന് പറഞ്ഞൊരു ഗൈഡ് ഞങ്ങൾക്ക് സൗകര്യമെല്ലാം ചെയ്തു തന്ന്. എന്നിട്ട് ഗൈഡ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ചാർജ് തന്നെ $20 വരും പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻസിന്. അപ്പോൾ ഇവിടുത്തെ മാപ്പെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് എൻട്രൻസിലേക്കുള്ള വഴി. ഇവിടെ ഫോറിനേഴ്സും എല്ലാം ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇവിടെ ഒരു താമരക്കുളം ഉണ്ട് കേട്ടോ, നല്ല സൂപ്പർ താമരക്കുളം. ഇത് നോക്കിക്കേ, വിരിഞ്ഞ് നല്ല സൂപ്പറായിട്ടൊക്കെയാണ്. നേരിട്ട് കാണണം, ഈ ഫോണിൽ കൂടി വീഡിയോയിൽ കൂടി കണ്ടിട്ട് അങ്ങനെ ഒരു അത്ര ഭംഗി തോന്നല്ല, പക്ഷെ നേരിട്ട് കാണണം. ഇവിടെ നിന്നിട്ട് ആളുകളെല്ലാം ഇങ്ങനെ വന്ന്, ഫോറിനേഴ്സാണ് ഇവരെല്ലാം വന്ന് ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. ഇവിടെ ഈ ലയൺ റോക്കിൻ്റെ ഒരു ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്, നോക്കിക്കേ, ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്. സഗിരിയ അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നത്. അത് തന്നെ ജപ്പാനീസാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. കുറേ പേരെ കണ്ടിട്ടാ ജപ്പാനികളെ കണ്ടിട്ട് ജപ്പാനാണെന്ന് തോന്നുന്നു. അവരിവിടുത്തെ ലയൺ റോക്കിൻ്റെ ജീവനക്കാരാണെന്ന് തോന്നുന്നു. നമ്മളവിടെ നേരത്തെ കണ്ടതും അത് തന്നെയാണ്. ലയൺ റോക്കിൻ്റെ ജീവനക്കാരാണ് അവിടെ നിന്ന് കാടിൻ്റെ ഭാഗത്തു നിന്നെല്ലാം അടിച്ചു വാരിയത്. ഇനി നമ്മൾ പോണത് സിഗിരിയ മ്യൂസിയത്തിലേക്കാണ്. സിഗിരിയ മ്യൂസിയം. സിഗിരിയ മ്യൂസിയത്തിലേക്ക് കടന്നു. ടിക്കറ്റ് ഓഫീസാണ്. ടിക്കറ്റ് നിരക്ക് ഇതാണ് കേട്ടോ, കണ്ടില്ലേ. അഡൾട്ട്സിന് $35, അതായത് ഫോറിൻ. നമ്മളുടെ ഇന്ത്യയിൽ വരുമ്പോഴത്തേനും നോക്കിയിട്ട് പാസ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് പാസ്പോർട്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ തന്നെ. അപ്പോൾ ശ്രീലങ്കൻ മണി 25,000 രൂപ അല്ലേ, ശ്രീലങ്കൻ മണി 25,000 രൂപ. നമ്മളുടെ വരുമ്പോഴത്തേനും $20 വരുന്നത്. 25,000 രൂപ ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ പറയുമ്പോഴേ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുക്കുന്ന ഒരു ഫീലാണ്. പക്ഷേ ഇത് കണ്ടേ പറ്റുള്ളൂ എന്നുള്ള ഒരു ആഗ്രഹവും നിർബന്ധമൊക്കെ ഉള്ളതുകൊണ്ടിട്ട് പൈസ നോക്കണില്ല ഞങ്ങൾ. ടിക്കറ്റ് ഇവിടെ കൊടുക്കണം. ടിക്കറ്റ് കൊടുത്തിട്ട് നമുക്ക് എൻട്രി ഇവിടെ നിന്നാണ് കേട്ടോ. കയറുന്ന ഒരു പാലമുണ്ട് ഇവിടെ, അതിനകത്തേക്ക് കയറണം. ഇരുമ്പിൻ്റെ ഒരു പാലം, അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ വെള്ളമുണ്ട് കേട്ടോ. ഇല്ല, അതിൽ നിറച്ച് താമരയുണ്ട്. അടുത്ത സ്റ്റേജിലേക്ക് എത്തി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വാട്ടർ ഗാർഡനാണ് ഇത്. 1500 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു വാട്ടർ ഗാർഡനാണ്. അന്ന് ഇവിടെ വെള്ളം ഇങ്ങനെ ചീറ്റിക്കണതും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും അന്ന് 1500 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ എഴുതിയേക്കണം. ഇത് ഈ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയുള്ളതുകൊണ്ടിട്ടാണ് ഈ വെള്ളം വന്നതെന്നാണ് പറയണം. വേനലാണെന്നുണ്ടെങ്കിൽ ഈ കുളത്തിൽ വെള്ളം ഉണ്ടാവില്ല. ഇത് ആദ്യത്തെ കുളമാണ്. ഇതും ഈ പറഞ്ഞ 1500 വർഷം മുമ്പ് കാശ്യപ രാജാവ് നിർമ്മിച്ച കുളമാണിത്. ഞങ്ങൾക്ക് ക്യാൻഡി വരെ സൈക്കിൾ ഔട്ടാനുള്ളത് കൊണ്ടിട്ട് ഇവിടെ എല്ലാം മൊത്തം
പതിയെ കവർ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മാക്സിമം ഞാൻ ശ്രമിക്കും. വണ്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ സൈക്കിളെന്ന് പറയുമ്പോൾ ഒരു 20-25 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ലയൺ റോക്ക് എന്ന് പറഞ്ഞത് നേരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ദൂരത്തുനിന്ന് കണ്ട അതേ പാറ തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ സിഗിരിയ ലയൺ റോക്കിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിലൊന്നാണിത്. ഇതിനകത്ത് കയറുമെന്ന് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. അതും സൈക്കിളിൽ വരാൻ പറ്റിയതിലുള്ള സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാനുള്ള. ഗൈഡ് വന്ന് 2-3 പേര് വന്ന് ചോദിച്ചിട്ടാ, നിങ്ങൾക്കൊരു അറിവില്ല, എക്സ്പീരിയൻസ് ഇല്ല, ഞങ്ങൾ കൂടെ വരാം, നമ്മുടെ നാട്ടിലത്തെ 2000 രൂപ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇന്ത്യൻ റുപ്പി എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനിപ്പോൾ എവിടെ പോകും, എങ്ങനെ പോകുന്നൊക്കെ ഉള്ളൊരു ആശങ്കയുണ്ട്. സൈക്കിളിലായതുകൊണ്ട് പെട്ടെന്നൊന്നും എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ പൈസ ഇത്തിരി കുറവുള്ളത് കൊണ്ടിട്ട് ഞങ്ങൾ ഗൈഡ് വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ജോലിക്കാരിരുന്ന് ഈ സിമെൻറ്റും ഇതെല്ലാം കൊണ്ടിട്ടേ റിപ്പയറിങ് നടക്കുന്നുണ്ട് കേട്ടോ. അതും പെൺപിള്ളേരാണ് ഇരുന്ന് ചെയ്യേണ്ടത്. സിമെൻറ്റിൻ്റെ നമ്മുടെ ഈ കല്ലിൻ്റെ കളറിൽ ആ ഒരു മേസൺ വർക്കെല്ലാം ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ഇത് നോക്കി, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടേ പണിയുന്ന ആളുകൾ പനയുടെ ഓല വെച്ചിട്ട് അവർക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി സ്പീഡിലൊന്നുമല്ല, നല്ല ആർട്ട് വർക്ക് ചെയ്യണത് പോലെ, ഈ പുരാവസ്തു ഗവേഷകരെല്ലാം ചെയ്യണത് പോലെ പതിയെ സാവധാനമാണ് ഇവർ ചെയ്യണം എല്ലാ പണികളും. ഒരുപാട് ജീവനക്കാരുണ്ട് കേട്ടോ ഇവിടെ. അതൊരു വലിയൊരു കാഴ്ച തന്നെയാണ്. അതും ഓരോ കല്ലിൻ്റെയും കളറിന് പറ്റിയ സിമൻറ്റ് തേച്ചുകൊണ്ടാണ് അവരാ ചെയ്യണത്. ഉണ്ടല്ലേ, ചുവപ്പ് കളറല്ല, ഇവിടെ ചുവപ്പ് കളറിലത്തെ ഒരു സിമൻറ്റ് ചാന്താണ് ഇവർ വെക്കണം. ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ കറുത്ത കളറിലാണ് വെക്കണം. കണ്ടില്ലേ, കറുത്ത കളറിലൊക്കെ വെക്കണം. നല്ല ഭംഗിയായിട്ട് ചെയ്യാനുണ്ട് കേട്ടോ ഇവിടെ. ഈ ലയൺ റോക്കിനൊരു കഥയുണ്ട് കേട്ടാ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഈ നമ്മള് പഠിച്ചതാണിത്, നമ്മുടെ സ്കൂളിലെല്ലാം പഠിച്ചതാണ്. കശ്യപ രാജാവ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അച്ഛനെ കൊന്ന മകൻ എന്ന പേര് കിട്ടിയത് AD 477 സാധുസേന രാജാവിന് 2 ആൺമക്കളായിരുന്നു. മൂത്തത് മുഗല്ലാന. അതില് പട്ടിമഹർഷിയുടെ മകനായിരുന്നു. അടുത്ത രാജാവ് കശ്യപൻ, സാധാരണ റാണിയുടെ മകൻ. കശ്യപൻ അച്ഛനെ ചുമലിൽ കെട്ടിയിട്ട് കൊന്നു. അച്ഛൻ ചേട്ടൻ മുഗല്ലായനെ ഇന്ത്യയിലേക്ക് നാടുകടത്തി ഓടിച്ചു. എന്നിട്ട് സ്വയം രാജാവായിട്ട് ഇവിടെ ഭരിക്കായിരുന്നു. ചേട്ടൻ തിരിച്ചു വരുമെന്നുള്ള പേടിയിൽ കശ്യപൻ സിഗിരിയയിൽ ഒളിച്ചു. ഈ കാണുന്ന മലയുടെ മുകളിൽ ഒളിച്ചു. എന്നിട്ട് അവിടെ ഒരു പാറമുകളിൽ ഒരു കൊട്ടാരമൊക്കെ പണിത് 660 അടി ഉയരമുണ്ട് ഈ പാറയ്ക്ക്. ആർക്കും പെട്ടെന്ന് കയറി വരാനൊന്നും പറ്റാതിരിക്കാനായിട്ടും എല്ലാം ചുറ്റും തോടെല്ലാം പണിത്, കുളമെല്ലാം പണിതിട്ട് അതിൽ മുതലേനെ എല്ലാം വളർത്തി. ആരെങ്കിലും എന്ന് വെച്ചാൽ ഈ ചേട്ടനെ പേടിച്ചിട്ട്, എന്നിട്ട് ശത്രുക്കളെല്ലാം തടയാന്നുള്ള ഉദ്ദേശത്തില്. പക്ഷെ 18 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഈ മുഗല്ല തിരിച്ചു വന്നിട്ട് കശ്യപനെ കൊല്ലുമെന്ന് ഉറപ്പായതോടെ ഈ കശ്യപൻ സ്വയം കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്ത്. അതിനുശേഷം ഈ മുഗല്ല ഈ സിഗിരിയ ലയൺ റോക്ക് ബുദ്ധസന്യാസിമാർക്ക് വിട്ടുകൊടുത്ത്, അവരുടെ ആശ്രമത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തെന്നാണ് ഇതിലെല്ലാം പറയണത്. ഇനിയിപ്പോ മുകളിലോട്ട് പോകുമ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും നോക്കി വായിച്ചും അതിന്റെ ചരിത്രമെല്ലാം നോക്കിയും ഞാനത് മനസ്സിലാക്കിയും പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും എന്നിലൂടെ നിങ്ങളിലേക്ക് ഒരു അറിവെത്തും എന്ന് പറയുമ്പോഴത്തേനും എനിക്കതൊരു സന്തോഷിക്കാൻ പറ്റിയ ഒരു കാര്യമാണല്ലോ. അപ്പൊ ഇങ്ങനെ 1200 സ്റ്റെപ്പ്, ഇതുപോലെയുള്ള സ്റ്റെപ്പ് കയറിയാലാണ് നമുക്ക് ഇതിന്റെ മുകളിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഏറ്റവും മുകളിൽ അത് പെട്ടെന്ന് അറിയണ പോലുമില്ല. ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോഴേ ഒന്നും അറിയണില്ല ശരിക്കും. ഗുഹകളിൽ ഒരെണ്ണം ഇതാണ്. നമുക്കിവിടെ ഇറങ്ങാൻ പാടില്ലെന്നാണ് തോന്നണം. ഇവിടെ ഇറങ്ങാൻ പാടില്ല. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ കൂടി വേണം ഇതിനകത്തോട്ട് ഇറങ്ങാനായിട്ട്. ഒരുപാടുണ്ട്. അതിൻ്റെ എണ്ണം എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ഇതുകൊണ്ട് എന്ത് ഭംഗിയിലാണല്ലോ ഈ കല്ലെല്ലാം അടുക്കി വെച്ചേക്കണേ. ഇത്രയും വർഷമായിട്ടേ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഇവര്. ഈ കശ്യപ രാജാവ് ഉണ്ടാക്കിച്ചതാണെന്നൊക്കെയാണ് ഇവിടെ പറയണത്. അത് അങ്ങോട്ട് നോക്കിക്കേ, ഒരു പുഴി പോലെ കണ്ട വെള്ളത്തിന്റെ, അതെല്ലാം കല്ലിൽ കൊത്തി
ഉളി കൊണ്ട് കൊത്തിയെടുത്ത് വെർട്ടിക്കൽ ഡ്രെയിൻ എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ മോളിൽ നിന്ന് വന്ന് വീഴണ വെള്ളം നേരെ ഒരു കുഴിയുണ്ട്, ആ കുഴിയിൽ വന്ന് ഇങ്ങനെ വീഴും. എന്നിട്ട് ആ കുഴിയിലത്തെ വെള്ളമാണ് താഴത്തെ ഏറ്റവും അടിയിലത്തെ ഗാർഡനിലേക്ക് പോയിട്ട് അവിടെ ഇങ്ങനെ വെള്ളം ചീറ്റണത് പോലെ. അത്രയും വർഷം മുമ്പുള്ള ടെക്നോളജി ഒന്ന് ആലോചിച്ചു. അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റിനെ കണ്ടിട്ടാ. അപ്പോൾ ഞാൻ ചോദിച്ചു പോലീസാണെന്ന് വെച്ചപ്പോൾ അല്ല സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞിട്ടാ. പേര് പ്രദീപ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ്, സൈക്കിളിനാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര അതിശയം. എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഒന്നൊരു ഫോട്ടോ എല്ലാം എടുക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഫോണിൽ പുള്ളി ഫോട്ടോ എല്ലാം എടുത്ത് ഞാനും ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്ത്. അത് കഴിഞ്ഞപ്പോൾ ലെനിൻ ചേട്ടനെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി. എന്താണെന്നറിയില്ല, പേര് ചോദിക്കണ വയസ്സ് ചോദിക്കൽ പുറകെ കുറേ നേരം കൂടി പുള്ളി. ഇത് വേറൊരു ഗുഹയാണ് കേട്ടോ. ഗുഹയെന്ന് പറയാൻ പറ്റില്ല, ഒരു പാറ ഇങ്ങനെ ചരിഞ്ഞിരിക്കണം. അതിപ്പോൾ അവിടെ നമ്മുടെ മനുഷ്യർ തന്നെ കല്ലുകൊണ്ട് അടച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഇതാണ്, ഡരനിയാഗല കേവ്. അതേ പ്രദീപ് എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ലെനിൻ ചേട്ടൻ്റെ പുറകെ കിടക്കണേ. ഹോൾഡ് ആർ യു എന്നൊക്കെ ചോദിച്ചപ്പോൾ 61 എന്ന് പറഞ്ഞപ്പോഴേ വെരി ഫിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പോയി പുറകെ കിടക്കേണ്ട. ചേട്ടാ എന്തെങ്കിലും കൊടുക്കണേ. ഇതൊരു അടുത്തൊരു സ്റ്റെപ്പിലേക്കുള്ള യാത്രയാണ്. ഗുഹയാണെന്ന് തോന്നുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇഷ്ടികയെല്ലാം ഇങ്ങനെ ദ്രവിച്ച് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ശ്യാമ അവിടെ പോയി ഇരിപ്പുണ്ട്. കറക്റ്റ് യൂണിഫോമുള്ള കറക്റ്റ് കളറുള്ള ഒരാളുടെ അടുത്ത് പോയി ഇരിപ്പുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ലയൺ റോക്കിൻ്റെ അടിവശത്ത് ഇരുന്നിട്ടാ. ഈ കാണുന്നതാണ് ലയൺ റോക്ക്. ലയൺ റോക്കിൻ്റെ ചുറ്റിനും കാണാൻ നമുക്ക് മുകളിൽ പോയിട്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണേ. ആ കറുത്ത ലൈൻ കാണുന്നത് ആളുകൾക്ക് നടക്കാനായിട്ടുള്ള ഒരു പാത്താണ്. അതിലൂടെ ആരും നടന്ന് കാണുന്നില്ല. ഇനി നമുക്ക് പോയി നോക്കാം. ആ വഴി ഇങ്ങനെ കയറി സ്റ്റെപ്പ് വഴി വരേണ്ടത് നമുക്ക്. എന്നിട്ട് ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തണം. ഇപ്പോൾ തന്നെ നല്ല വ്യൂ ആണ്. ഈ ഒരുപാട് കയറാനുണ്ട്. ഒരു 10-11 ഭാഗം കയറിയിട്ടുണ്ട്. ഇങ്ങനെ പഴയ കുളം, അന്ന് താഴത്ത് കണ്ട പോലെയുള്ള കുളം ഇവിടെയുണ്ട്. അവിടെ പാറ താങ്ങി നിർത്തിയേക്കണ പോലെ കുറേ കല്ലുകളും കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം കാണാം. ഇനി ക്ലൈംബ് ചെയ്ത് സ്റ്റെപ്പ് കയറി നമുക്ക് കുറേ മുകളിലെത്താനുണ്ട്. ഭയങ്കര കാറ്റാണ് ഇവിടെ. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത കാറ്റാണ്. നമുക്ക് ഇത് കണ്ടുകളുടെ ഡ്രസ്സെല്ലാം കിടന്നിട്ട് പറക്കുന്നുണ്ടല്ലേ, ഭയങ്കര കാറ്റാണ്. ഇതൊരു വല്ലാത്തൊരു കാഴ്ചയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് 360 ഡിഗ്രി നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര കാറ്റാണ്. എക്സിറ്റാണ്, പക്ഷേ പോയി നോക്കാം, എന്നിട്ട് തിരിച്ചു നടക്കാം. അപ്പോഴത്തേന് ഇതിലൂടെ ഒന്ന് വരണമെന്ന് തോന്നി. അപ്പോൾ ഫോറിനേഴ്സ് എല്ലാം വീഡിയോയിലെല്ലാം എടുക്കുന്നുണ്ട്. ഇതിലാണ് എക്സിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഫോറിനേഴ്സും അതുപോലെ ഇവിടുത്തെ നാട്ടുകാരും എല്ലാം ഒത്തിരി ഉണ്ട്. നമുക്ക് നേരെ മുകളിലേക്കാണ് പോകേണ്ടത്. കുത്തനെയുള്ള സ്റ്റെപ്പാണ്. പിന്നെ കയറിട്ടിട്ടുണ്ട്. ഇത്തിരി പ്രയാസമുള്ള ആളുകൾക്ക്, കയറാൻ പ്രയാസമുള്ള ആളുകൾക്ക് കയറി പിടിച്ച് കയറാനായിട്ട്. പക്ഷേ നമുക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയും സൈക്കിൾ ഔട്ട് വരുന്ന ആളുകൾക്ക് കയറിൻ്റെ ആവശ്യമൊന്നുമില്ല പിടിച്ച് കയറാൻ. മിക്ക ആളുകളും കയറി പിടിച്ച് തന്നെയാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലയൺ റോക്കിൻ്റെ അടിയിലെത്തിയിട്ടാ. ആ നഖത്തിൻ്റെയൊക്കെ ആ സൈഡിലെത്തി. സിംഹത്തിൻ്റെ കാലാണത് എന്നാണ് ഒരു എന്താ പറയുക ഐതിഹ്യം. സിംഹത്തിൻ്റെ കാലിനെ ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതാണ് ലയൺ റോക്ക് എന്ന് ബ്രിട്ടീഷുകാരിട്ട പേരാണ്. അപ്പോൾ അതിൽ നടന്ന് ഈ റോപ്പിനകത്തൂടെ നടന്ന് ഇതെല്ലാം ആസ്വദിച്ച് ഇതിലേ കൂടി നടന്ന് പോകണം. ചില ആൾക്കാർ ഈ ഇതൊന്നും നോക്കാതെ, ഈ റോപ്പൊന്നും നോക്കാതെ അടിയിൽ കൂടി നൂണ്ടൊക്കെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു വ്യൂ ഉണ്ടേ. ഇത് നോക്കി, ഒരു ലയൻ്റെ ഉണ്ടല്ലേ, സിംഹത്തിൻ്റെ കാല് പോലെ പാറയിൽ കുത്തിയെടുത്തേക്കണതായത്. ഇതിൻ്റെ മുകളിലാണ് നമുക്ക് പോകേണ്ടത്.
ഒന്നും മുകളിൽ പോകണം, ആളുകൾ കയറി പോണത് കണ്ടാ. അങ്ങനെ ലയൺ റോക്ക് കയറാൻ തുടങ്ങിയിട്ടാണ് നമ്മൾ. വലത് കാല് വെച്ച് കയറി ഐശ്വര്യത്തോടെ. കയറാനും ഇറങ്ങാനോട്ടെ ഇത് പിടിച്ച് കയറാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഒരു തിക്കും തിരക്ക് ഒഴിവായി കിട്ടും. ഇങ്ങനെ ഒരു റോപ്പ് കെട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ കാണാം, ഇറങ്ങി വരുന്ന ആളുകൾ കയറാനായിട്ടുള്ള ആളുകൾക്ക് വഴി കൊടുക്കാറില്ല. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും ഉറപ്പായിട്ടും കറക്റ്റ് ആ ഒരു വൺ വേ റൂട്ടിൽ കൂടി തന്നെ എല്ലാവരും നടന്ന് കയറിക്കോളുമല്ലോ. അങ്ങനെ അത് കയറണം. നല്ല ഹൈറ്റുണ്ട്. മുകളിലോട്ട് നോക്കുമ്പോൾ സാധാരണ പേടിയുള്ളവർക്കൊന്നും കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാലും പ്രായമുള്ള ആളുകളെല്ലാം കയറണുണ്ട് കേട്ടോ. ലെനിൻ ചേട്ടൻ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ലെനിൻ ചേട്ടാ, ശ്യാമും മുമ്പോട്ട് പോയി. ശ്യാമും ഇതുപോലെ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. കാറ്റ് വന്നിട്ടേ എല്ലാവരും പേടിച്ചാണ് ഇങ്ങനെ ഇറങ്ങണം. ഭയങ്കര കാറ്റാണ് മുകളിൽ. എല്ലാവരുടെ മുഖത്തൊരു പേടിയുണ്ട് ഇറങ്ങാനായിട്ട്. സ്ഥലം തന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ മുമ്പിലുണ്ടായിരുന്നൊരു സായിപ്പ് മുകളിലോട്ട് കയറിപ്പോയി. ആ വഴി കൂടി തന്നെ നമുക്കും പോവാം. ഇവിടെ നോക്കുമ്പോൾ തന്നെ വന്യായ വ്യൂ ആണ് കേട്ടോ. കാണാനുണ്ട് സ്ഥലം. ഏതാ ചേട്ടാ? ഇല്ല, എവിടെ? അത് ഞാൻ കണ്ടില്ല കേട്ടാ. ലെനിൻ ചേട്ടൻ കാണിച്ചു തന്നപ്പോഴാണ് കാണണം. ഇത് നോക്കി, ഇവിടെ എല്ലാം തേനീച്ചക്കൂടി ഇങ്ങനെ കൂട് കൂട്ടിയിട്ടുണ്ടേ. താഴെയുണ്ട്, ഇത് കണ്ടില്ലേ? ഞാൻ കണ്ടില്ല കേട്ടാ. ലെനിൻ ചേട്ടൻ്റെ കണ്ണടയുടെ പവർ സമ്മതിച്ചിട്ടാ. അതുപോലെ അവിടെ ഒരു മലയുണ്ട് കേട്ടോ. അവിടെയും ആളുകൾ വന്ന് നിൽപ്പുണ്ട്. കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണെന്ന് തോന്നണം കേട്ടോ. അത് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇതിനേലും നല്ല ഭംഗിയായിരിക്കുമേ. വാ, എന്തായാലും നമുക്ക് പോവാം. പിന്നെ ഞാനിവിടെ നിന്ന് ഒരു സെൽഫി എല്ലാം എടുത്ത്, പിന്നെ ഒരു നാട്ടുകാരിലൊരാളെ, ശ്രീലങ്കക്കാരനൊരാളെ കിട്ടി. അയാളോടൊന്ന് മാറി നിന്ന് പാറ മുഴുവനും കിട്ടുന്ന രീതിയിലൊരു ഫോട്ടോ എടുത്താന്ന് പറഞ്ഞിട്ട് അയാളെടുത്ത് തന്നാണ് കേട്ടോ ഈ കാണുന്ന ഫോട്ടോയൊക്കെ. ഉള്ളത് കൊണ്ട് ഓണം പോലെ അത് മതിയാക്കി വീണ്ടും മുകളിലോട്ട് കയറി. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് വേറെ വേറെ സ്റ്റെപ്പാണ് കേട്ടോ. ഇതിവിടുത്തെ ആളുകളാണ്, സിംഹളെ സംസാരിക്കണം. കയറാനും ഇറങ്ങാനും വേറെ വഴികളുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ തമ്മിത്തല്ലായിരുന്നു. എന്തായാലും ഭയങ്കര ഒരു അനുഭവം കേട്ടോ. നോക്കി അങ്ങോട്ടുള്ള വ്യൂ നോക്കിക്കേ. ദൂരത്തുനിന്ന് നമ്മൾ കണ്ടില്ലേ ചേട്ടാ, ആ ഭാഗത്തുനിന്ന് എവിടെ നിന്നാന്ന് തോന്നുന്നു, നമ്മൾ മീൻ പിടിക്കണ സ്ഥലത്തുനിന്ന് നമ്മൾ കണ്ടില്ലേ, അത് ഞാൻ കാണിച്ചെന്ന പാറ കണ്ടില്ലേ ചേട്ടൻ? അത് ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഒരു പേടിയുണ്ട്. പക്ഷേ ഫോറിനേഴ്സിന് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടാ. അങ്ങനെ നമ്മൾ മുകളിലെത്തി, ഏകദേശം മുകളിലെത്തി. ഇവിടെ നോക്കിക്കേ, ആ താഴത്ത് കണ്ട പോലത്തെയുള്ള കുളങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം അടുത്ത് പോയി നമുക്ക് കാണാം. ഞങ്ങൾ വെള്ളമെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. കഥച്ചിട്ട് എന്തായാലും ഏകദേശം ഒരു ചെറിയൊരു ക്ലൈംബ് ചെയ്യണ ഒരു എഫക്റ്റ് കിട്ടിയല്ലേ. സൈക്കിൾ ചെയ്യണ നടന്നാണ് ക്ലൈംബ് ചെയ്തത് സ്റ്റെപ്പ്, എന്നാലും കൊള്ളാം. ആ ഭാഗത്തു നിന്നൊക്കെ നോക്കി ഇപ്പോഴും അതിനകത്ത് വെള്ളം കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേ, ആ കുളത്തിൻ്റെ ഉള്ളിൽ വെള്ളം കിടപ്പുണ്ട്. ഇതാണ് കശ്യപ രാജാവിൻ്റെ സിംഹാസനം കേട്ടോ. വെറുതെ ഒരു പാറയിൽ കുത്തിയെടുത്ത് ഒരു മോൾഡിങ് ഒക്കെ അടിച്ചെടുത്ത പോലത്തെ ഒരു സിംഹാസനം. ഇവിടെ ഇരുന്നാണ് ഈ രാജാവ് നാട് ഭരിച്ചിരുന്നതെന്നാണ് പറയണത്. എന്തായാലും 1200 പടികൾ കയറി വന്ന് ഇതെല്ലാം കാണാൻ പറ്റി. പിന്നെ ഒരു സെൽഫി എല്ലാം എടുത്ത് ഇങ്ങനെ നിന്ന് ഇതിൻ്റെ മുമ്പിലെടുത്ത് എന്നെ ഒന്ന് കാണിച്ചു തരാം. എന്തായാലും ഇവിടെ എത്തിച്ചേരാനും എൻ്റെ ജീവിതം ഭയങ്കര സന്തോഷം, ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ എത്തിച്ചേരാനുള്ള. ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു. കണ്ണെന്ന് അറിഞ്ഞോണ്ട് എന്ന് വെച്ചാൽ രോമെല്ലാം എഴുന്നേറ്റ് നിൽക്കണം. ഇങ്ങനെ ഒരുപാട് വർഷം ഞാൻ ആഗ്രഹിക്കണം. എന്തായാലും ഇവിടെ എത്തിച്ചേരാനായിട്ട് എൻ്റെ കുടുംബം എൻ്റെ കൂടെ കൂട്ടുന്നു, കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും നന്ദിയുണ്ട് എന്തായാലും എല്ലാവർക്കും. പിന്നെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റാനുള്ള സ്വപ്നമാണോ എന്നൊക്കെ. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എത്തിച്ചേരണം എന്നൊക്കെ. പക്ഷേ സൈക്കിളിൽ തന്നെ ഇവിടെ ചവിട്ടി സ്വന്തം കായിക ബലം കൊണ്ട് ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതൊരു നിസ്സാര കാര്യമല്ല.
കാര്യം വീട്ടിൽ എൻ്റെ ഫോട്ടോ ഇതെല്ലാം കാണുമ്പോൾ പറയും മുഖമെല്ലാം കരിവാളിച്ച് സൺസ്ക്രീൻ വരട്ട് എന്നെല്ലാം. പക്ഷേ ഞാനിത് പ്രകൃതിയെല്ലാം ആസ്വദിച്ച് തന്നെ ഇതെല്ലാം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. അത് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇതെല്ലാം ചെയ്ത് അത് നമുക്കൊരു പ്രകൃതിനോട് ഇണങ്ങിച്ചേരാതെ ഇങ്ങനെ സഞ്ചരിക്കണമെന്നും എനിക്ക് താല്പര്യമില്ല. പണ്ട് മുതലേ അങ്ങനെ ഇല്ല. വീട്ടിലെത്തുമ്പോൾ ആകെ കരിവാളിച്ച് എല്ലാം നല്ല കോലം കിട്ടിയിട്ടുണ്ടാവും. എന്നാലും എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതെല്ലാം കാണിച്ചു തരാം ഞാൻ. മുകളിൽ നിന്നുള്ള വ്യൂസെല്ലാം ഞാൻ കാണിച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്ന് വലത്തോട്ട് സഞ്ചരിക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം പടിഞ്ഞാറ് തെക്ക് ഭാഗത്തോട്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. അപ്പോൾ രാജാവ് കിഴക്കോട്ട് നോക്കിയാണ് ആ സിംഹാസനത്തിലിരുന്നാൽ കിഴക്ക് ഭാഗത്തേക്കാണ് കാശ്യപ രാജാവ് ഇരുന്ന് രാജ്യം ഭരിച്ചതെന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിലും വെള്ളം പറ്റാറില്ല. ഇത്രയും ഈ 1200 പടി എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഊഹിച്ച് നോക്കാമല്ലോ. അത് നമുക്ക് നോക്കാം എത്ര ഹൈറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ വെള്ളം ഇതിപ്പോൾ പറ്റാതെ ഇങ്ങനെ തന്നെ കിടക്കണമെന്ന് പറയുന്നത് തന്നെ വലിയൊരു അതിശയമാണ്. അതിനിടയ്ക്ക് ഒരാൾ വന്നേക്കണം നോക്കിക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. ഹായ്, അതേ അടുത്ത കൂട്ടുകാരനും വന്നിട്ട് അവനിങ്ങനെ തിരക്ക് പിടിച്ച് എവിടെയോ പോണിട്ടില്ലേ. ഇത് ആട്ടനുണ്ട്. ഭയങ്കര വികൃതിയാണ്. ആട്ടിയിട്ട് ഇങ്ങനെ അവൻ അവിടെ ഇരുന്ന് ഒരു അമ്മയും കുഞ്ഞും ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നോക്കി ഒരു കുഞ്ഞിനെയും പിടിച്ചിട്ടിരിക്കണമൊക്കെ ഒരു അമ്മയും കുഞ്ഞും കെട്ടിപ്പിടിച്ചേക്കെ കേട്ടോ. അതിനെങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം മാറും. അതേ പട്ടി വന്നപ്പോഴത്തേനും പെട്ടെന്നൊന്ന് പേടിച്ചിട്ടവൻ പട്ടി ഒന്ന് മുരങ്ങിയിട്ട് നേരെ പോയി. അപ്പോൾ കുഞ്ഞിനവിടെ പെട്ടെന്ന് സേഫാക്കി അവള്. കൊള്ളാമല്ലേ? അവരുടെ ഫാമിലിയാണെന്ന് തോന്നണ്ടത്. ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ. നോക്കി ആ പെൺകുട്ടിയും അവിടെ അറ്റത്ത് വന്നിട്ട് കാറ്റ് കണ്ടല്ലേ, പേടിയാവും നോക്കി കഴിഞ്ഞാൽ. ആ കാണുന്ന ജപ്പാനീസ് ഇല്ലേ, അവര് വന്ന് പരിചയപ്പെട്ട് എന്നിട്ട് സൈക്കിളിനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അതിശയം. അപ്പോൾ ഒരു കിടന്ന കടല് നീന്തി ഇങ്ങോട്ട് പോരായിരുന്നല്ലേ, ആകെ 30 കിലോമീറ്റർ ഉള്ളെന്നാണ് ഞങ്ങൾ കേട്ടതെന്നൊക്കെ പറഞ്ഞില്ലേ. ഞങ്ങളെ കുറേ നേരം നിന്ന് വർത്താനം പറഞ്ഞു. ഞാനും ലെനിൻ ചേട്ടനും കൂടെ. ശ്യാമ മുകളിലേക്ക് പോയായിരുന്നു. അപ്പം അവരിവിടെ നിന്ന് നല്ലപോലെ സെൽഫി എല്ലാം എടുക്കുന്നുണ്ട്. ഇത് നോക്കിക്കേ, ഇതാണ് റോയൽ പൂൾ. ഇത് സായിബന്മാരുടെ പേരായിരിക്കണം റോയൽ പൂൾ എന്നുള്ളത്. 40,000 ലിറ്റർ വെള്ളമുണ്ട്. കൈകൊണ്ട് കുത്തിയുണ്ടാക്കിച്ച ഒരു കുളമാണ്. കശ്യപ രാജാവ് കുത്തിയുണ്ടാക്കിച്ചാണ്. ഇതിലുള്ള വെള്ളമാണ് കൊട്ടാരത്തിലേക്കുള്ള ആവശ്യത്തിനും പിന്നെ താഴത്ത് നമ്മളൊരു പൂന്തോട്ടത്തിൽ കണ്ടില്ലേ വെള്ളം ചീറ്റും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങോട്ടുള്ള വെള്ളം എല്ലാം അത്തരം ഫോഴ്സിൽ വരുന്നത് ഈ കുളത്തിൽ നിന്നുള്ള വെള്ളമാണ്. അപ്പൊ ഇതിന് 660 അടിയാണ് ഈ പാറയുടെ ഹൈറ്റ് എങ്കിൽ പോലും ഈ സീ ലെവൽ എന്ന് പറഞ്ഞാൽ 1447 മീറ്റർ ഉയരത്തിലാണ് ഇരിക്കണം. ഈ പാറയുടെ ഏറ്റവും ടോപ്പിലാണ്. അപ്പൊ ഇങ്ങനെ ഈ ആഴമാണെങ്കിലും കുളിക്കാനായിട്ടാ അല്ലെങ്കിൽ അത്ര ഇതിന് വേണ്ടിയിട്ടല്ല ഇത്. ബാക്കി ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളമായിരുന്നു. മഴയത്ത് ഒരു വർഷത്ത് ഉള്ള വെള്ളം മുഴുവനും കിട്ടും. ഇപ്പോഴും ജീവനക്കാർ അതിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട് വെള്ളം. എന്നിട്ട് അവിടെ ചെടിക്കും കാര്യങ്ങൾക്കായിട്ട് നനയ്ക്കാനും എല്ലാത്തിനുമായിട്ട് ഇപ്പോഴും അവരാ വെള്ളം കോരി എടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ലെനിൻ ചേട്ടനും ശ്യാമും ദൂരത്തിരിപ്പുണ്ട്. എന്നെ വിസിലടിച്ച് വിളിച്ച്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ദൂരത്ത് നടത്തുന്നത് 3 പേരുടെയും കയ്യിൽ വിസിലുണ്ട്. അതടിച്ചിട്ടാണ്. അപ്പൊ അത് എവിടെ ഇരുന്ന് അടിച്ചാലും ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കും. ഇനിയിപ്പോ ബാക്കിയുള്ള മോൾ വശത്ത് ഇതിന്റെ ഏറ്റവും ടോപ്പിലെ വിശേഷങ്ങളും കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് താഴത്തേക്ക് പോകാം. ഇതുണ്ട് ഈ അന്നത്തെ കല്ലുകൾ പാകിയിട്ട് ഇപ്പോഴും ആ ഡിസൈൻ ഇങ്ങനെ ഉണ്ടല്ലേ. ആ കാണുന്ന പടിഞ്ഞാറ് വശമാണ് ആ കാണുന്നത്. ഭയങ്കര കാറ്റാണ് ഇവിടെ. എന്നുവെച്ചാല് കാറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അതേപോലെ പിടിച്ച് നിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇല്ല പുല്ല് കിടന്ന നടണണ്ട. ഇതിപ്പോ പടിഞ്ഞാറ് വശമാണ്. നമ്മളിപ്പോ ഈ നമ്മുടെ അടുത്ത് ഈ മലയാറ്റൂര് പള്ളിയിലൊക്കെ പോയിട്ടും താഴത്തോട്ട് നോക്കണ പോലെ അതേപോലെയൊക്കെ ഉണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാല്. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ വേലി ഉണ്ട് ഇവിടെ. ഒരുപാട് പഴക്കമുള്ള കമ്പി വേലി. അതിന് ഭയങ്കര ബലം ഉണ്ടാ. പിടിച്ചാല് ആട്ടിയാലൊന്നും ആടിയൊന്നുമില്ല കേട്ടോ. ദൂരത്ത് നോക്കിക്ക് അവിടെ ഈ ബുദ്ധന്റെ പ്രതിമയുണ്ട്. എല്ലായിടത്തും കാണട്ടെ ഇങ്ങനെ ഭയങ്കര ഹൈറ്റുള്ള ബുദ്ധന്റെ പ്രതിമ. അതേപോലെ തന്നെ ഈ ഇപ്പൊ നമ്മൾ തെക്ക് വശത്തോട്ട് നടക്കണത്. അപ്പൊ ഇവിടെ ഈ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളും എല്ലാം കാണാം. ഇങ്ങനെ പടവുകൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടാരത്തിന്റെ അവശിഷ്ടോട്ടാ. ഇപ്പൊ ഒന്നുമില്ല ഇവിടെ. ഇതുപോലെ തറയും കാര്യങ്ങളൊക്കെ ഉള്ളു. എന്തൊക്കെയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല. 1500 വർഷം മുമ്പ്
ഇതായി പോയതല്ലേ, നിന്ന് പോയതല്ലേ ഇതെല്ലാം. അതുപോലെ നടക്കണ ഭാഗത്തെല്ലാം കരിങ്കല്ല് പാളികൾ കൊണ്ട് ഇങ്ങനെ നല്ല ബലത്തിലും ഭംഗിയിലും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് കൊട്ടാരത്തിന്റെ ഈ തറയുടെ ഭാഗങ്ങളാണ്. അവിടെ എല്ലാ ആളുകൾ കയറി ഇരിപ്പുണ്ട്. ആ ഇഷ്ടികയും കാര്യങ്ങളെല്ലാം ദ്രവിച്ച് തുടങ്ങി, കുറെയൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കണ്ട ടൂറിസ്റ്റുകളെല്ലാം വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ചുറ്റിന് ഇതുപോലെ വേലിയുണ്ട് കേട്ടാ, അതും ഉരുക്കിന്റെ വേലിയാണ്. എല്ലാവരും നിന്ന് ഫോട്ടോ സെൽഫി എല്ലാം എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് കയറാം. ഈ സ്റ്റെപ്പും കൂടി കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലെത്തും. അവിടെ ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട എല്ലായിടത്തും പാറക്കല്ലുകൾ കൊണ്ട് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ആളുകളാണ് ട്ടോ ഈ കാണുന്ന കൂടുതലും. ശ്രീലങ്കൻ ആളുകളാണ് കാണുന്നത്. പിന്നെ ചിലവർ ഇന്ത്യ എന്നുള്ളതും ഉണ്ട്. ഫോറിനേഴ്സും എല്ലാവരും ഉണ്ട്. ഇപ്പൊ രാവിലെ അധികം സമയം ആയിട്ടില്ലാത്തത് കൊണ്ടിട്ട് തന്നെ അധികം തിരക്ക് കുറവാ. ഇത് നോക്കിക്കേ, സ്റ്റെപ്പ് മറ്റേ ആ പട്ടിയില്ലേ നേരത്തെ കണ്ട, അവൻ അവിടെ കിടന്ന് ഇപ്പൊ ഉറക്കമായിട്ടാ. അപ്പം അവിടെ ഒരു കുളം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കൊട്ടാരത്തിന്റെ ആ ഭാഗം. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഭാഗം ഈ കാണുന്നതാണ് ട്ടാ. അപ്പൊ ഇവിടെ നമുക്ക് താഴത്തോട്ട് പോകാനായിട്ട് അവർ വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് പോകാം. ഏഹ് എന്തായാലും ഈ ഭാഗവും കൂടി നമുക്ക് കണ്ടിട്ട്, കണ്ടില്ലേ ഈ കാണുന്ന നോക്കിക്കേ, ആകെ ഇത്തിരി ഉള്ളു, ഒരു 4 സെന്റിനത്ര ഉള്ളു ഈ കൊട്ടാരത്തിന്റെ. നമ്മുടെ അവിടെ ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിലേ അത്രയൊക്കെ ഉള്ളത്. ഇതിന്റെ ചുറ്റിനും ഇങ്ങനെ നടക്കാനായിട്ടുള്ള നടപ്പാത ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലായിരിക്കണം കൊട്ടാരം ഉണ്ടായിരുന്നത്. മറ്റേ ചേട്ടനെ പേടിച്ചിട്ട് ഇവിടെയാണ് ഈ കശ്യപ രാജാവ് താമസിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് അങ്ങനെ. അതിനുശേഷം ഈ കശ്യപിനെ കൊന്നതിന് ശേഷം ബുദ്ധന്മാർക്ക് വിട്ടുകൊടുത്തല്ല. ഇനി നമുക്ക് താഴത്തേക്ക് അപ്പോൾ പോവാം. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ സച്ചൻ ട്രാവൽസിന്റെ ബൈ ബൈ.